ഒരു പേനയും പേപ്പറും തന്നിട്ട് പറയാം ഇതിനകത്തൊരു പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പടമായിരിക്കും വരയ്ക്കുക? ചിലരുടെ മനസ്സിൽ ഒരു പടം കാണും, ഒരു പൂവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇലയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ചിലരുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വരയ്ക്കാൻ പറയുമ്പം തന്നെ അവരുടെ മനസ്സിൽ ആ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റക്നെസ് ഇല്ല, പേന എടുക്കും വരയ്ക്കും, പക്ഷെ അവർക്ക് വരയ്ക്കാനുള്ള ചിലപ്പോൾ സ്കില്ല് കാണത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയൊക്കെ പറയാം ഫാമിലിയുടെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അതെങ്ങാണ് ക്യാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർ വരയ്ക്കും. പക്ഷെ ആ വരയ്ക്കുന്നതിന് വൃത്തിയൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കും, അവരെ ഒബ്സർവേഷൻ എല്ലാം ഉൾപ്പെട്ടിരിക്കും. 2 ടൈപ്പ് സ്കില്ലാണ് വേണ്ടത്. ഒന്ന് ക്രിയേറ്റീവായിട്ടുള്ള സ്കിൽ, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാനുള്ള ടാലൻ്റ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞ കണക്കാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഉള്ളിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യണം. അതിനുള്ള ടൂൾസാണ് വീഡിയോ എഡിറ്റിങ്, സോഷ്യൽ മീഡിയ എല്ലാം ഒരു ടൂള് മാത്രമാണ്. ബാക്കിയുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായോ?